കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. 5 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്നലെ രാത്രിയോടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30ഓടെ പുറത്തിറങ്ങും. തലച്ചോറിനും വാരിയലിനും ശ്വാസകോശത്തിനുമാണ് ഗുരുതര പരിക്കേറ്റത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇന്നലെ വൈകുന്നേരം കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് ICUവിൽ തുടരുകയാണ്. നിലവിലത്തെ അവസ്ഥ നിഖിൽ, ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഉമാ തോമസ് ഉള്ളത്. 24 മണിക്കൂർ നിരീക്ഷണം തുടരേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. MLAക്ക് ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി വിദഗ്ധ ഡോക്ടർമാരടക്കം ഇന്നലെ രാത്രിയോടുകൂടി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. കോട്ടയം, എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് എത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ ഹോസ്പിറ്റലിലുള്ള ഈ ഓരോ വിഭാഗത്തിൻ്റെയും തലവന്മാരായിട്ടുള്ള ഡോക്ടർമാരും ഒപ്പം തന്നെ ചികിത്സ ഒരുക്കുന്നുണ്ട്. ഏതായാലും MLAയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി അത് ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നിരീക്ഷണം 24 മണിക്കൂർ കൂടി തുടരേണ്ടി വരും. രാവിലെ 10:30 തന്നെ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. തലക്കും ഒപ്പം തന്നെ നെഞ്ചിനും ശ്വാസകോശത്തിനടക്കം പരിക്കുകളുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെയുള്ള മെഡിക്കൽ ഈ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നത്. ഈ പരിക്കുകളെല്ലാം തന്നെ ഗുരുതരമാണ്. എന്നിരുന്നാൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കലൂരിലെ പരിപാടി നടന്ന സ്ഥലത്ത് അവിടെ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ശക്തമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ജനപ്രതിനിധികളടക്കം എത്തുന്ന ഒരു സ്ഥലത്ത് വേണ്ട തരത്തിലുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംഘാടകർക്കെതിരായിട്ട് നടപടി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കോൺഗ്രസും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ വെച്ച് ഇത്തരത്തിൽ MLA ഉമാ തോമസിന് അപകടം പറ്റുന്നത്. ഏകദേശം 20 അടിയോളം താഴ്ചയിലേക്ക് മുകളിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മതിയായ സുരക്ഷ, പ്രത്യേകിച്ച് വശങ്ങളിലേക്ക് ആളുകൾ തെന്നി വീഴാവുന്നത് അടക്കം തടയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായി അത് തടയാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. കിരൺ, അതോടൊപ്പം തന്നെ കിരൺ പറഞ്ഞതുപോലെ ഈ ഒരു സുരക്ഷാ വീഴ്ച അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതൊരു ഗുരുതരമായൊരു വീഴ്ച തന്നെയല്ലേ? തീർച്ചയായിട്ടും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. കാര്യം, ഈ ഇത്രയും അധികം ആളുകൾ, 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി മാത്രവുമല്ല, ഈ സ്റ്റേഡിയം സ്പോർട്സ് സ്റ്റേഡിയമാണ്. ഇത് ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തയ്യാറാക്കിയിരുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ മന്ത്രിമാരടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഇവരിരുന്നിരുന്ന വേദിക്ക് ചുറ്റുമായി തന്നെ ഈ വശങ്ങളിലേക്ക് വീഴാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറപ്പുള്ള വേലിക്കെട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റിബൺ ഉപയോഗിച്ചിട്ടുള്ള വേലിയാണ് ഉണ്ടായിരുന്നത്. ഇത് പിടിച്ചാൽ വശങ്ങളിലേക്ക് മറിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഇത് തന്നെ മറിഞ്ഞു വീഴാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. ഇങ്ങനെ സുരക്ഷയുടെ ഒരു വലിയ വീഴ്ച തന്നെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം, ഒരു പരാതി കൂടി ഉയരുന്നുണ്ട്. ഇന്നലെ MLAക്കും പറ്റിയത് ഇത്തരത്തിൽ വൈകിട്ടോടുകൂടി ഈ പരിപാടിക്ക് മുൻപായിട്ട് വേദിയിലേക്ക് സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ കടന്നു വരുന്നു. ആ സമയത്ത് മന്ത്രി MLA ഇവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം തിരികെ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാൻ നോക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ റിബണിലേക്ക്, അതായത് വശത്ത് കെട്ടിയിരുന്ന റിബണാണ്, ഈ റിബണിലേക്ക് കൈവരി എന്ന രീതിയിൽ കയറി പിടിച്ചപ്പോൾ ഒരുപക്ഷെ അത് മറിഞ്ഞുപോയി തന്നെ ആയിരിക്കാം അപകടം ഉണ്ടായിട്ടുണ്ടാവുക. ഈ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാര്യം, ഇത്രയധികം ആളുകൾ കയറുന്ന വലിയ ഉയരത്തിലുള്ള ഒരു വേദി, ആ ഒരു വേദിയുടെ വശങ്ങളിൽ ആളുകൾക്ക് തെന്നിവീഴാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അപകടം പറ്റാത്ത രീതിയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഇന്നലെ സംഭവിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ സംഘാടകർക്കെതിരെ അടക്കം, ഈ സുരക്ഷാ വീഴ്ച വരുത്തിയ സംഘാടകർക്കെതിരെ അടക്കം നടപടി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. നിഖിൽ.
എന്തായാലും ഒരു ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം നമ്മൾ കലൂർ സ്റ്റേഡിയത്തിലേക്ക് മത്സരങ്ങൾക്കടക്കം പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മത്സരം ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ് പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പല അവസരങ്ങളിൽ സ്റ്റേഡിയത്തിൽ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ നേരിട്ട് പോയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് സ്ഥിരമായി ഇറങ്ങാറുള്ള ഒരാൾ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അവിടെ സാധാരണഗതിയിൽ തന്നെ വളരെ വലിയ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ് കലൂരുള്ളത്. അവിടേക്ക് വീണ്ടും ഒരു താൽക്കാലികമായൊരു വേദി നിർമ്മിക്കുമ്പോൾ അതിൽ കാണിക്കേണ്ടത് വലിയ ജാഗ്രത തന്നെയായിരുന്നു. കാരണം മന്ത്രിമാർ, ജനപ്രതിനിധികളടക്കം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സുരക്ഷയെങ്കിലും പരിഗണിച്ച് കൃത്യമായൊരു മാനദണ്ഡങ്ങളോട് കൂടി തന്നെ ഒരു സംവിധാനം ഇതിനുവേണ്ടി ഒരുക്കേണ്ടിയിരുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പുറത്തു വന്നതാണ് അനുസരിച്ചിട്ടാണെങ്കിൽ വളരെ ഒരാൾക്ക് നടന്നു കയറാൻ കഴിയുന്ന രീതിയിൽ മാത്രമാണ് ആ ഒരു വേദിയിലെ കസേരയ്ക്ക് മുൻപിലുണ്ടായിരുന്ന ഒരു സ്ഥലം. അത് ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന അത്രയും ഒരു വീതി മാത്രമാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചും കൂടി കസേരകളൊക്കെ മാറ്റി അവിടെ വീണ്ടും കുറച്ചുകൂടി സ്ഥലം ആക്കി മാറ്റുന്നത്. ഇത്രയും ചെറിയൊരു നടന്നു പോകാൻ ചെറിയൊരു സ്ഥലം ഒരുക്കുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് എന്നുള്ളൊരു കൃത്യമായ അവിടെ നിർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അത് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരിപാടിക്ക് തൊട്ട് മുമ്പ് ഇപ്പോൾ ഈ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ എത്തുമ്പോൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ അവർ എത്തി ഒരു കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടിയിരുന്നത് തന്നെ ആയിരുന്നു എന്നല്ലേ കിരൺ പറയേണ്ടത്? തീർച്ചയായിട്ടും നിഖിൽ, ഈ പരിപാടി നടന്നിരുന്നത്, ഈ സ്റ്റേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ഗാലറിയുടെ VIP ഗാലറിയുടെ ഉള്ള കസേരകൾക്ക് മുകളിലായിട്ട് താൽക്കാലികമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വേദിയിലായിരുന്നു ഈ VIPകളെല്ലാം തന്നെ ഇരുന്നിരുന്നത്. അതായത് ഇന്നലെ ഈ വേദിയിലേക്ക് എത്തിയ MLA അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിയിരുന്ന അവർ ഇരിക്കേണ്ടിയിരുന്ന സ്ഥലം ഇങ്ങനെ താൽക്കാലികമായിട്ട് തയ്യാറാക്കിയതാണ്. മാത്രമല്ല അത് വലിയ ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഇങ്ങനെ ആളുകൾ, ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ ഇവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും തയ്യാറെടുപ്പുകളും അവിടെ നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം പിന്നീട് ഈ സംഘാടകരടക്കം പറയുന്നത് നേരത്തെ ഈ പരിപാടിക്ക് മുന്നോടിയായി തന്നെ ഫയർഫോഴ്സും പോലീസും ഈ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നതാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാര്യം പോലീസും ഫയർഫോഴ്സും സ്വാഭാവികമായി തന്നെ ഈ ഇത്തരം വലിയ ഒരു ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു പരിപാടി, മാത്രവുമല്ല ജനപ്രതിനിധികൾ കൂടി എത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇവരുടെ എല്ലാം തന്നെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ എല്ലാം വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്ത് സ്റ്റേജിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ പോലീസിൻ്റെയോ ഫയർഫോഴ്സിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ഒരു സ്റ്റേജിൻ ഇതിൻ്റെ സൈഡ് വശങ്ങളിൽ മറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ അപകടത്തിന് പ്രധാന കാരണമാകുന്നത്. ഈ റിബൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇത് വശങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഇരുമ്പോ മറ്റൊന്നും തന്നെയുള്ള ബാരിക്കേഡുകൾ, വേലിക്കെട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച അത് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ പരിശോധന നടത്തി എന്ന് പറയുകയാണെങ്കിൽ പോലീസിൻ്റെയും ഒപ്പം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കൂടി തന്നെ ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്താൻ. കിരൺ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ MLAയുടെ ആരോഗ്യ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കിരൺ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണം ആണ്, അല്ലെങ്കിൽ 24 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10:30 ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ 10 മണിക്ക് വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചിട്ടാണെങ്കിൽ അതിലാണ് 24 മണിക്കൂർ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് രാവിലെ വീണ്ടും ഒരു 10 മണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിനും കൂടി വരും എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളല്ലേ കിരൺ? നിഖിൽ, ഇന്നലെ ആദ്യത്തെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നത് ഏകദേശം രാത്രി 10 മണിയോടുകൂടിയാണ്. ഇതിലാണ് MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായിട്ട് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. തലക്ക് പരിക്കുണ്ട്, മുഖത്തിന് പൊട്ടലുണ്ട്, ഒപ്പം വാരിയൽ ഒടിഞ്ഞ് അത് ശ്വാസകോശത്തിലേക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കരുതാൻ കഴിയില്ല. ഇത് നിരീക്ഷണത്തിലാണ്. 24 മണിക്കൂറത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും പ്രാഥമികമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നൽകേണ്ടതായിട്ടുള്ള എല്ലാ ചികിത്സകളും ആശുപത്രി ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ആദ്യത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട്
വിദഗ്ധരുടെ ഒരു സംഘം 5 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടി ഇന്നലെ ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയുണ്ടായിരുന്നു. കോട്ടയം എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘമാണ് എത്തിയിട്ടുള്ളത്. ഏതായാലും അവരും പരിശോധിച്ചിട്ടുണ്ട്. ഈ പരിശോധന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് രാവിലെ കൂടുതൽ വ്യക്തമാക്കി തന്നെ പുറത്തുവിടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10:00 തന്നെ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും എന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകളും ആശുപത്രി സന്ദർശിച്ചിരുന്നു. അവരും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്, നിലവിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. എന്നാൽ എന്നിരുന്നാൽ പോലും MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഇന്ന് രാവിലെ 10:00 തന്നെ വ്യക്തമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ മന്ത്രി കെ രാജനും അറിയിച്ചിട്ടുള്ളത്. ശരി കിരൺ, കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. 5 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്നലെ രാത്രിയോടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30 പുറത്തിറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തലച്ചോറിനും വാരിയലിനും ശ്വാസകോശത്തിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒപ്പം തന്നെ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തിയ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നൊരു റിപ്പോർട്ടുമുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ.